പാഠം 552. ഒരു വലിയ തിരിച്ചറിവിന്റെ കഥ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ആ, എന്താ സഹദേവ, വിളിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ. അതെയോ? എന്നിട്ട് എന്നോടാരും പറഞ്ഞതുമില്ല. ആ, സഹദേവനൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഇന്നോ? എന്റെ കയ്യിലില്ല, എന്നാൽ ഞാൻ നോക്കട്ടെ. നീ മേശപ്പുറത്ത് അത് കഴിച്ച് കയ്യും കഴുകി ചെന്നപ്പോ ഇതായിരിക്കുന്നു തേച്ച ഷർട്ടും മുണ്ടും. അതും ഉടുത്ത് ഇങ്ങോട്ട് വന്നപ്പോ ചോറ്റുപാത്രം തരാൻ നീ ഒരു 5 മിനിറ്റ് വൈകിപ്പോയി. അതൊരു കുറ്റമായി കാണാൻ പറ്റുമോ? നീ ഒരു മനുഷ്യ സ്ത്രീയല്ലേ? ഇപ്പൊ എനിക്ക് ഉറപ്പായി മോഹനേട്ടൻ എന്നെ കളിയാക്കാൻ. അല്ല ഭാമേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. മോഹനേട്ടൻ പറഞ്ഞൊക്കെ കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. മോഹനേട്ടൻ ഈ പറഞ്ഞ ജോലിയല്ല ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാ. അന്നൊന്നും മോഹനേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിന് 1 മിനിറ്റ് താമസം വന്നിട്ടുണ്ടെങ്കിൽ മോഹന്റെ പേര് വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല. താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ ഭാര്യ ഒരാഴ്ചയായിട്ട് ആശുപത്രിയിലാ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കുറച്ചു മുമ്പ് സഹദേവൻ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആശുപത്രിയുടെ ബില്ലടയ്ക്കാൻ സഹദേവന്റെ കയ്യിൽ പൈസ തികയില്ലെന്ന്. എന്നോടൊരു 15,000 രൂപ ചോദിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരും. പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് എന്റെ കയ്യിൽ പൈസയില്ല. നിന്റെ കയ്യിലുള്ള ആ പൈസ എന്നാ സഹദേവൻ കൊടുക്കാമായിരുന്നു. ഓ, അപ്പൊ അതായിരുന്നല്ലേ സംഭവം. ആ കാശിന് വേണ്ടിയാണ് പതിവില്ലാത്ത വിധം അടുക്കള വന്ന് എന്നെ പുകഴ്ത്തിയത്. ഗോപാലൻകുട്ടി ചേട്ടന്റെ കേസ് വാച്ചിന്റെ ഫീസ് കിട്ടിയപ്പോ അത് നേരെ ഞാൻ ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്തു. രാവിലെ ജുവലറിയുടെ ഉടമ സുരേന്ദ്രൻ എന്നെ വിളിച്ചിരുന്നു. ഞാനും അവനും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ല. എന്താ ഉത്തമ? വക്കീൽ ഇന്നലെ 500ന്റെ 40 നോട്ടല്ലേ കൊടുത്തത്? അതില് 2 കള്ള നോട്ടായിരുന്നു. അബദ്ധത്തിൽ പറ്റിയതാണെന്ന് സുരേന്ദ്രന് മനസ്സിലായി. അതുകൊണ്ടാണ് ആരും അറിയാതെ എന്നെ വിളിച്ച് ആ നോട്ടിങ് തിരിച്ചു തന്നത്. എനിക്കുണ്ടാവുന്ന നാണക്കെട്ട് നാട് സമാധാനം പറയും. ഇന്ന് വൈകുന്നേരത്തിനകം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കണം. എന്താവാൻ? ഗോപാലൻകുട്ടി ചേട്ടൻ എന്റെ കാശ് തരും. ഗോപാലൻകുട്ടി ചേട്ടൻ കാശ് തരുമായിരിക്കും. പക്ഷേ കൊമ്പത്തെ ക്രിമിനൽ വക്കീലായ സത്യഭാമയ്ക്ക് ഒരു കള്ളനോട്ട് കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ലേ? ഭാമേ, കള്ളനോട്ട് കേസിലെ എത്രയോ പ്രതികളെ നീ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും നല്ല നോട്ടും കള്ളനോട്ടും കണ്ടാൽ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും നിനക്കില്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. ഇടും ഞാൻ പറഞ്ഞു, ശരിയല്ലേ? എന്നിട്ട് ഇന്നലെ വൈകിട്ടും ദിനേശൻ വന്നില്ല, ഇന്ന് കാലത്തും ദിനേശൻ വന്നില്ല. ചുരുക്കത്തിൽ ദിനേശന് അത്രയേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ, ശരിയല്ലേ? നിങ്ങളെപ്പോലുള്ള കൃത്യനിഷ്ഠയില്ലാത്ത ആളുകളാണ് ഈ നാട്ടിന് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഞാനൊരു കൃത്യനിഷ്ഠക്കാരനായതുകൊണ്ട് എനിക്ക് വാക്ക് വലിച്ചല്ലേ പറ്റൂ. ദിനേശന്റെ സർട്ടിഫിക്കറ്റ്. ഇതിപ്പോ ഇവിടെ വെച്ച് തന്നതിൽ സന്തോഷമുണ്ട് സാറേ. വട്ടം കൂടിയിരുന്ന് നുണ പറയുന്നതാണോ ജോലി? പറഞ്ഞത് വേറെ ഒന്നുമല്ല സാർ. ശിശുപാലൻ ചേട്ടന്റെ ഭാര്യ വീട്ടില് നാളെ എന്തോ ഒരു ചടങ്ങുണ്ട്. ഒരു ദിവസത്തെ ലീവ് വേണോന്ന് പറയായിരുന്നു. നാളെ ശിശുപാലൻ ലീവ് ഇല്ല. എല്ലാരും കൂടെ മോഹനെ തോപ്പിക്ക് നോക്കണല്ലേ? ലീവ് ഇല്ല എന്ന് പറഞ്ഞാൽ ലീവ് ഇല്ല. അതല്ല സാർ, താലൂക്ക് ഓഫീസിൽ നിന്ന് സഹദേവൻ സാർ വിളിച്ചിരുന്നു. വീട്ടിൽ ചെല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ ചെറിയച്ഛനൊരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വന്നു. ഇന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്തത്. സർട്ടിഫിക്കറ്റ് സാറിന്റെ കയ്യില്ല. ഞാൻ ചോദിക്കട്ടെ? സാർ, ആ ദിനേശൻ വന്നിട്ടുണ്ട്. ആരാ ദിനേശൻ? കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ എന്ന ദിനേശൻ. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ എഴുതി സീല് വെച്ച് ഒപ്പിട്ട് ഇന്നലെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കൊണ്ടുപോയി നിനക്ക് വേണ്ടി കാത്തിരുന്നു. നീ വന്നില്ല, അത് ഞാൻ ക്ഷമിച്ചു.
ഇന്ന് രാവിലെ വഴിയിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നീ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് വന്ന് എന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് ഞാൻ നിന്റെ കയ്യിൽ തന്നപ്പോ നീ എന്താ ചെയ്തത്? അത് എന്റെ കൺമുന്നിൽ വെച്ച് കീറിക്കളഞ്ഞു. എന്നെടുത്ത് എന്താ പറഞ്ഞത്? സർട്ടിഫിക്കറ്റ് തരുന്ന ജോലിയേ എനിക്കുള്ളൂ, അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നീയാണ് എന്ന് അല്ലേ? ഞാൻ പറഞ്ഞോ എപ്പോ? ഇനി ഈ നൂറ്റാണ്ട് നിനക്ക് ഈ ആഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റും കിട്ടുകയില്ല. അത് മാത്രമല്ല സാറേ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റൂ, അത്യാവശ്യമാണ്. ദിനേശൻ പേടിക്കണ്ട, നാളെ രാവിലെ ഇങ്ങ് വന്നോ സർട്ടിഫിക്കറ്റ് തരാം. എന്തായാലും കൈ കിട്ടിയ സർട്ടിഫിക്കറ്റ് പ്രകാശം കീറി കളഞ്ഞത് ഭാഗ്യമായി. ദിനേശൻ ചെല്ലേ. ഓ ശരി, നാളെ വാ കേട്ടാ. ഒരു ഇരട്ട സഹോദരനുണ്ടെന്ന് ശിശുപാലൻ നേരത്തെ പറയണ്ട. എന്തിനാ സാറേ? സാറേ വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വില്ലേജ് ഓഫീസർക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അബദ്ധം ആദ്യമായിട്ടായിരിക്കും. ദിനേശന്റെ സർട്ടിഫിക്കറ്റ് പ്രകാശന് കൊടുത്തു. ഒടുവിൽ ദിനേശൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നപ്പോൾ അവന്റെ തന്തയ്ക്ക് വിളിച്ചു. അതിപ്പോ വലിയ അബദ്ധമായിരുന്നു കൂട്ടണ്ട. ദിനേശന് ഒരു ഇരട്ട സഹോദരനാരും എനിക്കറിയില്ലായിരുന്നു. അത് മാത്രമല്ല, രണ്ടുപേരെയും കണ്ട ഒരു വ്യത്യാസമില്ല. 40 നോട്ടിന്റെ ഒരു കെട്ടിൽ 2 കള്ളനോട്ടുണ്ടാവുമെന്ന് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. അത് മാത്രമല്ല, നല്ല നോട്ടും കള്ളനോട്ടും കണ്ടാൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു താനും. പക്ഷെ അതൊക്കെ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പറ്റുന്ന അബദ്ധമല്ലേ? നോട്ട് തൊട്ട് നോക്കി ഞാൻ ആരോട് പറയാൻ? കറൻസി നോട്ടുകൾ തൊട്ടു നോക്കി തിരിച്ചറിയുന്നത് പോലെ ആളുകളെയും തിരിച്ചറിയാൻ പറ്റേണ്ടതായിരുന്നു വില്ലേജ് ഓഫീസർക്ക്. എന്തായാലും ഇങ്ങനെ ഒരു അബദ്ധം തന്നെ കാത്തിരിക്കുന്നതായി സാധു പ്രതീക്ഷിച്ചില്ല. പോട്ടെ, ഇനിയിപ്പോ ഇതാരും അറിയാതെ മൂടി വെക്കാമെന്ന് നിശ്ചയിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.